ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ കുറച്ചുനാൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മൗനമായിരുന്നത് വീണ്ടും ഈ പ്രസ്താവനകളും ഈ ആക്രമണങ്ങളെല്ലാം വീണ്ടും ആരംഭിച്ചിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ പാക് സൈനിക വക്താവാണ് അല്ലെ, അഹമ്മദ് ഷരീഫ് ചൗധരിയാണ്. ഇതൊരു വിരട്ടലാണ് കേട്ടോ. അദ്ദേഹം പറയുന്നത് പിന്നെ ഈ ഭാരതവുമായിട്ട് ഉഭയകക്ഷി ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷെ നമ്മളത് നിരസിക്കുന്നു എന്ന്. നമ്മൾ നിരസിക്കുന്നു. കാര്യം എന്തുകൊണ്ടാണ്? ഈ ഭീകരാക്രമണം അത് നിർത്തിവെച്ചിട്ട് വരിക. അതുള്ള കാലം പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഇത്തരം അണുബോംബുണ്ട്, ആറ്റം ബോംബുണ്ട്, ആയുധങ്ങളുണ്ടെന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇന്ത്യ ഭയപ്പെട്ടിട്ടില്ല. ഇന്ത്യ പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ആ രാജ്യത്തെ ആക്രമിക്കുന്നു. തിരിച്ചടിക്കാൻ വന്നപ്പോൾ വീണ്ടും ആക്രമിക്കുന്നു. പക്ഷെ എന്നിട്ടും ആ രാജ്യം പാഠം പഠിക്കുന്നില്ലല്ലേ? അതില്ല. അതുകൊണ്ടാണല്ലോ ഈ രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, ഇത് ഇനിയുമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ അതിർത്തിയിൽ ജാഗ്രതയോടുകൂടിയാണ് നിൽക്കുന്നത്. എന്തെങ്കിലും ഇത് അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു നീക്കം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആക്രമിച്ചിരിക്കും. ഇവർ പറയുന്നത് ഭാവിയിൽ സൈനിക സംഘർഷങ്ങൾ ഉണ്ടായാൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഭാരതത്തെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് എന്നാണ് ഈ അഹമ്മദ് ഷരീഫ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അസീം മുനീർ ഭാരതവുമായി ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നു, എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദം ഇല്ലാതാക്കുന്നതുവരെ സംസാരിക്കില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉഭയകക്ഷി ചർച്ച നിരസിക്കുകയാണ്. ഭാവിയിൽ എന്തെങ്കിലും ഭീകരാക്രമണം നടന്നാൽ പാകിസ്ഥാൻ കിഴക്ക് നിന്ന് ആക്രമണം നടത്തും എന്നാണ് ചൗധരി പറയുന്നത്. ഭീകരാക്രമണം നമ്മൾ നടത്തുന്നില്ലല്ലോ. ഭീകരാക്രമണം അവരുടെ കയ്യിൽ ഇരിക്കുന്നതാണ്, അവരുടെ കൈമുതലായിട്ടുള്ള കാര്യവുമാണ്. അല്ല, ഇതിൽ മറ്റൊരു കാര്യം, കിഴക്ക് നിന്ന് ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണ്, ഒന്നുകിൽ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ചൈന അല്ലെ ഈ സംഘർഷത്തിന്റെ ഭാഗമാകുമെന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അത്തരത്തിലൊരു മുന്നറിയിപ്പും കൂടിയാണ് തരുന്നത്. പക്ഷെ അപ്പം ഇവര് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ്? ഇതിൽ നിന്ന് ഇപ്പോഴും ഒരു പാഠം പഠിച്ചിട്ടില്ല, ഇനിയും ഉണ്ടാകാം എന്നുള്ളതാണ് പറയുന്നത്. അല്ല, പാഠം പഠിക്കുകയായിരുന്നെങ്കിൽ പല യുദ്ധങ്ങളും ഉണ്ടായിരുന്നല്ലോ. 71-ലെയും 99-ലെയും എല്ലാ യുദ്ധങ്ങളിലും വീണ്ടും പരാജയപ്പെടുമ്പോൾ തങ്ങളാണ് വിജയിച്ചതെന്ന് അല്ലെ ഒരു അവകാശവാദം ഉന്നയിച്ച് വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നതാണ് നാം കണ്ടത്. ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് തങ്ങളാണ് വിജയിച്ചതെന്ന് പറഞ്ഞ് ലഡു വിതരണം ചെയ്യുകയാണ് പല നേതാക്കളും അവിടെ പാകിസ്ഥാനിൽ. അതെ, നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ ലോകത്ത് പല രാജ്യങ്ങളിലും പോയി ഇത് നമ്മുടെ ഇവിടുന്നുള്ള സംഘാംഗങ്ങൾ പോയി വിശദീകരിച്ചു കൊടുക്കുകയും തെളിവുകൾ സഹിതം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. കാരണം മുമ്പൊക്കെ പല രാജ്യങ്ങളും ചോദിച്ചത് പാക് ഭീകരാക്രമണത്തിന്റെ തെളിവെന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് UN മുന്നിലും ഒക്കെ നമുക്ക് ഒന്നും പറയാൻ കഴിയാതെ വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല ഇന്ത്യക്കകത്തും ഇപ്പോൾ തെളിവ് ചോദിക്കുകയാണല്ലോ രാഹുൽ ഗാന്ധി. അത് പിന്നെ ഇന്ത്യ വിരുദ്ധരെവിടെയുണ്ടോ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ഇടയ്ക്ക് സുപ്രീം കോടതി വരെ എടുത്ത് കുറഞ്ഞു വിട്ടില്ലേ? ഇദ്ദേഹം എവിടുത്തുകാരനാണ്, ഇന്ത്യക്കകത്തല്ലേ എന്നാണ് ചോദിച്ചത്. ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും അത്തരത്തിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള താല്പര്യങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോകം മുഴുവൻ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. മുൻകാലങ്ങളിൽ അത് സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയഗാഥ ലോകം മുഴുവൻ എത്തിക്കുന്നതിന് പല സംഘങ്ങളായിട്ട് തിരിച്ചുപോയത്. അപ്പൊ നമ്മൾ അക്കാര്യത്തിൽ പെട്ടെന്ന് ഓർമ്മിക്കുന്നത് ശശി തരൂരിനെയാണ്. ശശി തരൂർ അതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു, പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണ് എന്നൊന്നും അല്ല അതിനകത്ത് കണ്ടത്. അദ്ദേഹം തന്നെ അവിടെ ചെന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ ഇപ്പോൾ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്, ദേശസ്നേഹിയായ ഇന്ത്യക്കാരുടെ ഇടയിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ അവിടെ പ്രതിപക്ഷ നിരയിലിരിക്കുന്ന ഒരാളാണ് പാർലമെന്റിൽ. പക്ഷെ ഇവിടെ അങ്ങനെ പ്രതിപക്ഷ നിര എന്ന് പറയുന്ന ഒന്നില്ല, രാജ്യത്ത് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നവരാണ് എന്നുള്ള രീതിയിലാണ്. ആ ഒരു ബോധം പോലും ഈ രാഹുൽ ഗാന്ധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അസീം മുനീർ നിരവധി തവണ ചൈനയും US സന്ദർശിച്ചു എന്ന് പറയുന്നുണ്ട്. അടുത്തിടെ അസീം മുനീർ ചൈനയിൽ ഒരു ഉന്നതതല സന്ദർശനവും പൂർത്തിയാക്കി. പിന്നാലെയാണ് ഈ അഹമ്മദ് ഷരീഫിന്റെ ഈ പ്രസ്താവന. ആ പ്രസ്താവന അത്തരത്തിൽ വന്നപ്പോൾ നമ്മൾ അതിനെ ഒന്നല്പം അടിവരയിടേണ്ട കാര്യമാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഏതെങ്കിലും തരത്തിലുള്ള
പിന്നെ നീക്കുപോക്കുകൾ, പ്രത്യേകിച്ച് US അങ്ങോട്ടേക്ക് ഒരു ചെറിയ ചായ്വ് കാണിച്ചാണല്ലോ നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ തീരുവയുടെ പ്രശ്നത്തിന്റെ പേരിലൊക്കെ ഇന്ത്യ ഒന്ന് ഇടഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മളതൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ US ഭാഗത്തു നിന്ന് ഉണ്ടായി ഒരു നേരിടൽ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നില്ല. പക്ഷെ എന്നാലും ഈ അസീം മുനീറിന്റെ ഈ പോക്കും ഇത്തരത്തിലുള്ള ചർച്ചയും നമുക്ക് മറ്റെന്തെങ്കിലും വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഇനിയൊരു സംഘർഷം ഉണ്ടായാൽ ഭാരതത്തെ കിഴക്ക് നിന്ന് ആക്രമിക്കുമെന്ന് ഉള്ള ഭീഷണി കൂടിയാണ് വന്നിരിക്കുന്നത്. അല്ല, ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ അമേരിക്കയുടെ പ്രശ്നം ചൂണ്ടിക്കാട്ടി അടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ ചൈന തയ്യാറാകുമോ? അല്ല, പാകിസ്ഥാന്റെ അനുകൂലമായ നിലപാടെന്ന് പറഞ്ഞാലേ ഇവരെ അതല്ലേ ഈ പാകിസ്ഥാൻ ചൂണ്ടിക്കാട്ടുന്നത്. കിഴക്കാകുമ്പോൾ അപ്പോൾ ചിലപ്പോ അവരുടെ, കാരണം ചൈനയിലും സന്ദർശനം നടത്തി എന്ന് പറയുന്നുണ്ടല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അസീം മുനീർ നിരവധി തവണയാണ് ചൈനയിൽ പോയിട്ടുള്ളത്. US സന്ദർശിച്ചു. US കൂടുതലായിട്ട് എടുത്തു പറയുന്നത് ചൈനയാണ്. അപ്പോൾ പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള തരത്തിലാണ്. അവരെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അറ്റാക്ക് ചെയ്യാം എന്നാണ് ഒരു നീക്കം നടത്തുന്നത്. പക്ഷെ എന്തായാലും ഇന്ത്യ എടുത്തിട്ടുള്ള നീക്കവും ആ കാൽവെപ്പ് എന്ന് പറയുന്നത് അത് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ഭാഗം വ്യക്തമാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും അറ്റാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതും കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം ക്ലിയർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവര് ഇത്തരത്തിലുള്ള ഭീഷണിയും ഒക്കെ ആയിട്ടുണ്ടാകും. ഇവരുടെ ഭീഷണി തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ലോ, കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതൊന്നുകൂടെ വേറൊരു തരത്തിൽ മാറി എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരാദ്യം വിറച്ചു പോയില്ലേ, കാരണം അവർക്ക് താങ്ങാൻ കഴിയാത്ത തരത്തിലായിപ്പോയി. യുദ്ധം അതൊന്ന് അവസാനിപ്പിക്കും. ഇനി യുദ്ധത്തിലേക്ക് വഴിമാറുമോ? യുദ്ധത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ അല്ലാതെ തന്നെ തീർന്നിരിക്കുന്ന ഒരിടമാണ്. പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഒരു യുദ്ധമൊന്നും താങ്ങാനുള്ള ശേഷി ഒരിക്കലും പാകിസ്ഥാൻ ഇല്ലെന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് അവര് ആലോചിക്കും. അവിടുത്തെ ഒരു MP തന്നെ പാർലമെന്റിൽ വിലപിച്ചില്ലേ, പിന്നെ എന്താണ്, നമ്മൾ പട്ടിണിയിലേക്ക് പോവുകയാണ്, നമ്മളെ രക്ഷിക്കാൻ ആര് വരും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ലഭിച്ചു. ഈ പാകിസ്ഥാൻ പൂർണ്ണമായി തന്നെ ഭീകരവാദത്തിൽ നിന്നും പുറത്തു വരാൻ ഒരു കാലത്ത് ശ്രമിക്കുന്നില്ലല്ലേ? അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇന്നലെ തന്നെ പൂഞ്ചിലടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതെല്ലാം നാം കണ്ടതാണല്ലോ. അല്ലെ, അത് അവരുടെ ഒരു കുലത്തൊഴിൽ പോലായി തീർന്നിരിക്കുകയാണ്. അത് അവർ മറക്കത്തില്ലല്ലോ. ഈ അണ്ണാമൂത്താലും മരങ്കേറ്റം മറക്കത്തില്ലെന്ന് പറഞ്ഞതുപോലെ ഇവൻ എത്ര കാലം കഴിഞ്ഞാലും ഇവന്റെ ഇത്തരത്തിലുള്ള ഈ ചെയ്തികളോടുകൂടിയ ഈ തൊഴില് മറക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരാനായിട്ടുള്ള പിടിച്ചിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.